നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തല്ല് കിട്ടും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. കോൺഗ്രസ്സിന് ഇത് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല എന്നൊരവസ്ഥയിൽ കോൺഗ്രസ് കുടുങ്ങിയിരിക്കുന്നത് അവരുടെ തന്നെ ആശയ പാപ്പരത്വത്തിൻ്റെയും അവരുടെ തന്നെ ഉറപ്പില്ലായ്മയുടെയും അവരുടെ തന്നെ രാഷ്ട്രീയ രാഹിത്യത്തിൻ്റെയും പ്രശ്നമാണ്. രാഹുൽ ഗാന്ധി ഒരു വഴിക്ക്, ബാക്കിയുള്ളവർ മറ്റൊരു വഴിക്ക് എന്നുള്ളത് നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ട്. ഇനി ചില സമയത്താണെങ്കിൽ കോൺഗ്രസ് തന്നെ വേറൊരു വഴിക്ക്, കോൺഗ്രസിൻ്റെ ഐഡിയോളജി വേറൊരു വഴിക്ക്, അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും നോർത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ആളുകൾ അവരുടെ ജാഥയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായാലും എന്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്കയൊക്കെ വരുമ്പോൾ പച്ചക്കൊടി വരണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷനിലുമൊക്കെ മൊത്തത്തിൽ ആകെ കൺഫ്യൂസ്ഡാണ്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്ന ഒരു സാധനം, രാഹുൽ ഗാന്ധിയാണ് ഈ പ്രസ്ഥാനത്തെ ലെഫ്റ്റിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല, കോൺഗ്രസിൻ്റെ സ്വഭാവം അതല്ല, കോൺഗ്രസിൻ്റെ കൾച്ചർ അതല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ കൺഫ്യൂഷനകത്തുനിന്ന് ഊരാൻ പറ്റാത്തടത്തോളം കാലം ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ പെടും. ഇത് കൃത്യമായി അറിയാവുന്ന BJP അതനുസരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൗത് ക സൗദാഗർ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കാലത്ത് മോദിയെ അറ്റാക്ക് ചെയ്ത ആളുടെ പേരാണ് സോണിയാഗാന്ധി. അവിടെ നിന്ന് ഗുജറാത്ത് കലാപം പറയാതിരിക്കുന്നതിലേക്കെത്തി. രാമക്ഷേത്രം പണിയാൻ വേണ്ടി ബാബറി പള്ളി തകർത്തതിനെക്കുറിച്ച് ശക്തിയുക്തം പറഞ്ഞിരുന്ന കോൺഗ്രസ് അത് മിണ്ടുകയില്ല എന്ന് മാത്രമല്ല, സ്കൾ ക്യാപ്പുമായി ഒരാൾ പോലും ജാഥയുടെ അവരുടെ പ്രകടനങ്ങളുടെ ഭാഗമായി വരാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്നതിലേക്ക് വന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി ഇനി എങ്ങാനും പാകിസ്ഥാൻ ആകുമെന്ന് പറയുമെന്ന് പേടിച്ച് അവരോട് കൊടി മടക്കി വെക്കണം എന്ന് പറയുന്നതിലേക്ക് എത്തി. ഇതിലെല്ലാം ഈ ആശയവൈരുദ്ധ്യവും കോൺട്രഡിക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ രണ്ടിടത്താണ്, ഒന്ന് കർണാടകത്തിലും മറ്റൊരു ദില്ലിയിലും, മറ്റ് സ്ഥലങ്ങളിൽ കേസ് വരാൻ പോവാണ്. അവരർഹിക്കുന്ന ഗതികേടാണ് ഈ കേസിൻ്റെ പുറകെയുള്ള ഓട്ടം എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം വ്യക്തമായൊരു നിലപാട്. ഇപ്പോൾ ഇപ്പോഴും ഇന്ന് ഈ വിവാദം തുടങ്ങിയിട്ട് 4-5 ദിവസമായി. ഇപ്പോഴും നമ്മൾ എന്താ നിലപാട് നീക്കുമ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത്, ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, 1937 ഞങ്ങളുടെ നേതാക്കൾ തീരുമാനിച്ചതാണ്. അപ്പോൾ ചോദിക്കുക, എന്താ തീരുമാനിച്ചാൽ ഇപ്പം നിലപാട്? അത് നിങ്ങൾ വരുന്ന ദിവസങ്ങൾ അറിഞ്ഞോളൂ എന്നാണ്. അല്ല, സത്യത്തിൽ പാടുവോ ഇല്ലയോ ഒന്നും പറയാനില്ല. ഇപ്പം ജബി മേത്തർ ഒരു ഘട്ടത്തിൽ അന്ന് വിവാദം ഉണ്ടാകുമ്പോഴത്തേക്കും വളരെ ശക്തമായി ഞങ്ങളുടെ നിലപാട് മുഴുവൻ പാടേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ പോവുകയാണ്. ഈ കൺഫ്യൂഷൻ അവരെത്ര കാലം കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ, ഈ കാര്യത്തിൽ കോൺഗ്രസിനൊരു രാഷ്ട്രീയ വ്യക്തത വരുന്നത് വരെ കുറച്ച് സോഫ്റ്റ് ഹിന്ദുത്വയും കുറച്ച് ഒരു ലെഫ്റ്റിസ്റ്റും കൂടെ ചേർന്ന് എല്ലാം കൂടെ ചേർന്ന് അവിയൽ പരുവത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി വന്നാൽ അവരുടെ കൂടെ നിൽക്കാം, തമിഴ്നാട്ടിൽ വിജയ് വന്നാൽ അവരുടെ കൂടെ കുറച്ച് കയ്യടി വാങ്ങിക്കാം, കുറച്ച് വോട്ട് വാങ്ങിക്കാം. ഇങ്ങനെ പലതരം പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതല്ലാതെ വ്യക്തമായ രാഷ്ട്രീയം പറയാൻ എന്നുവരെ ധൈര്യം കാണിക്കാതിരിക്കുമോ അതുവരെ കോൺഗ്രസ് അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് കേരളത്തിൽ വന്ദേ മാതരം പാടിയില്ല എന്ന് ചോദിച്ചാൽ CPM-കാർ പറഞ്ഞ് ഞങ്ങളെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അത് തമാശയാണ്. പക്ഷേ കേരളത്തിലെ ജാഗ്രതയാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഈ വന്ദേ മാതരം മുഴുവൻ പാടുന്നത് ശരിയല്ല നിലപാട് എടുത്തിച്ചതെന്നുള്ളത് തന്നെയാണ് സത്യം. മറ്റ് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പറയാൻ നട്ടലുള്ള പ്രസ്ഥാനങ്ങളില്ലാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ തനി സ്വഭാവം, അവിടെയുള്ള കോൺഗ്രസിൻ്റെ തനി സ്വഭാവം അതെന്ന് പറഞ്ഞാൽ ഇതടക്കമുള്ള അപ്പീസ്മെൻറ്റിൻ്റെ സ്വഭാവം തന്നെയാണ്. അതവർ കാണിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പമാണ് BJP വളരെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തതുപോലെ വളരെ വിദഗ്ധമായി 150-ാം വാർഷികം ഒരു പ്രത്യേക ഒരു ചരിത്ര മുഹൂർത്തവും കിട്ടി. വന്ദേ മാതരത്തിന് ജനഗണമനയുടെ അതേ ലോക്കൽ സ്റ്റാൻഡ് കൊടുത്തുകൊണ്ട് അത് തൊട്ടാൽ അതിനെക്കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും, തടസ്സപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റാൻസയല്ല 6 സ്റ്റാൻസയും പാടണം, അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ പ്രശ്നമാകുന്ന നിയമം വന്നു. അപ്പോൾ എല്ലാ തരത്തിലും ലോക്ക്ഡാണ്. സത്യം പറയാൻ പറ്റില്ല, സത്യം പറഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. പട്ടിയിറച്ചിയുടെ അവസ്ഥയിലാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത്.